ബാലയായാലും വേണ്ടിയില്ല, പിന്നെ അമൃതയായാലും വേണ്ടിയില്ല, കോകിലയായാലും വേണ്ടിയില്ല, എലിസബത്ത് ആയാലും വേണ്ടിയില്ല, പോക്കരത്തനം കാണിക്കുന്നതിന് കുറച്ച് അതിരുണ്ട്. അതായത് നിങ്ങളുടെ ഈ പുഴുക്കുത്ത് കേൾക്കാനല്ല നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. എത്ര നാളായിടോ തുടങ്ങിയിട്ട്. അതായത് ബാല എന്ന് പറയുന്നവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, കേസ് കൊടുത്തിട്ട് അയാൾ ജയിലിലിട്. അതല്ലേ വേണ്ടത്. അല്ലാതെ അയാൾ പിന്നെ 1.5 മണിക്ക് കൂട്ടുകാരനെയും കൂട്ടിയിട്ട് റൂമിൽ വന്നു. ഞാൻ നഗ്നയായി കിടക്കുന്ന സമയമായിരുന്നു. അവിടെ റൂമിൽ വന്നിട്ട് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു. അത് എന്തൊരു വിഡിത്തമാണ് വിളിച്ചു പറയുന്നത്. ഇപ്പോഴാണോ നിങ്ങൾക്ക് ഈ ബോധം വന്നത്? ഇനി എലിസബത്ത് ആയാലും വേണ്ടിയില്ല, ഇനിയിപ്പോൾ ബാലയായാലും വേണ്ടിയില്ല, രണ്ടും കണക്കാണ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖയും കാര്യങ്ങളും വേണം. ഈ ലിവിങ് ടുഗദർ മറ്റേതെന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളെന്താ വിചാരിച്ച് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള നാൾ മുഴുവൻ ഈ ആണ് എന്ന് പറയുന്നവൻ ചുമക്കുന്ന അവൻ ഏത് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പൊടിയും തട്ടിയിട്ട് അങ്ങ് പോവാറുണ്ട്. അത്രയേ ഉള്ളൂ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നിങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നത് എന്താ അറിയാം, ഈ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര സംഭവമാണ്. നമ്മളെന്തോ ഒരു വലിയ ലോകത്തെത്തിയതുപോലെയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്, വേറെ ആയിരിക്കുമല്ല. അതായത് കുറേ കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആണങ്ങ് പോവാറുണ്ട്. ഇതിൽ പിന്നെ ഡിപ്രഷൻ അടിച്ച് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ. ആ കുഞ്ഞും ഉണ്ടെങ്കിൽ അതിനെയും നോക്കിയിട്ട് പിന്നീടെന്ന് പറഞ്ഞ് ജീവിതവും ഇല്ലാതെ അവനെ ഓർത്തു എന്ന് ചോദിക്കുമ്പോഴേക്കും മുകളിലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമാതിരി കൂതറ പരിപാടികൾക്ക് ഒരാളും പോകരുത്. ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിസബത്തിന് സംഭവിച്ച അതാണ്. നേരെ മറിച്ച് അമൃത സുരേഷിന് വേറെ പ്രശ്നങ്ങളുണ്ടായില്ല. അവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബാലയുടെ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. എലിസബത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? ഒരു പിന്നെ എന്നാൽ ഓടി കാറ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു അല്ലെങ്കിൽ മാലയിട്ടു എന്നല്ലാതെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എലിസബത്ത് വന്ന് പറയുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകും. അല്ലാതെ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഈ ബാലയാണെങ്കിലും ശരി, അതുപോലെ തന്നെ എലിസബത്ത് ആണെങ്കിലും ശരി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും ചെളിവാരി എറിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പരിപാടിയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിയമപരമായിട്ട് കാര്യങ്ങൾക്ക് പോവുക. അതാണ് വേണ്ടത്. അല്ലാതെ എന്തിനിങ്ങനെ ഈ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? ഇന്നലെ വന്നിട്ട് പിന്നെ എലിസബത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവരുടെ പിന്നെ വളരെ മോശമായ രീതിയിൽ ബാല പല സുഹൃത്തുക്കളെയും കൊണ്ടുവരാറുണ്ട്. ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്നു, രാത്രി 1.5 മണിക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാതെ ഇത്രയും ദിവസങ്ങൾ അവിടെ വച്ചത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ, ഒരു ഡോക്ടർ ആകുമ്പോൾ അതിൻ്റെതായ ഒരു വില കാണിക്കണ്ടേ? അതായത് വിദ്യാഭ്യാസമുണ്ട്, പൈസയുണ്ട്, നല്ല കുടുംബമാണ്, ഇതൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിവേകം എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ പോയത്? അപ്പോൾ ഈ ബാല കല്യാണം കഴിക്കുന്നവർ ഒരു കുഴപ്പമില്ല, ബാലൻ്റെ കൂടെ എങ്ങനെ അർമാദിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോഴും പിന്നെ ഡിപ്രഷനായി, അതുപോലെ തന്നെ പിന്നെ തുറന്നു പറച്ചിലായി, അങ്ങനെ പല സംഭവങ്ങളുമായി. ആദ്യം നിങ്ങളൊരു കാര്യം പിന്നെ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട് അങ്ങോട്ടുള്ളവർ ഒരിക്കലും ഇവരെ സ്വത്ത് വിട്ട് കൊടുക്കത്തില്ല. അതായത് ഇവരെ സ്വത്ത് വിട്ട് കൊടുക്കാതെയായിരിക്കും ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് ആലോചിക്കേണ്ടത് വെച്ചാൽ, ഇവരുടെ അക്കാ പൊണ്ണോ ഇല്ലെങ്കിൽ മാമാ പൊണ്ണോ ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇവർ കല്യാണം കഴിക്കുക. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് ഇവർ കല്യാണം കഴിച്ചു വിടൂല. കാരണം സ്വത്ത് ഡിവൈഡായി പോവില്ലേ? ഇപ്പോൾ 250 കോടി രൂപയുടെ സ്വത്തുണ്ട് ബാലയ്ക്ക് എന്ന് പറയുന്നത്. ബാല വേറെ ഏതെങ്കിലും ആളെ കെട്ടിക്കഴിഞ്ഞാൽ ആ സ്വത്ത് അങ്ങോട്ട് പോവില്ലേ? അതുകൊണ്ടല്ലേ ബാല തന്ത്രപൂർവ്വം മകളെ വരെ ഒഴിവാക്കിയത്. അമൃത സുരേഷിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കി മകളെ വരെ ഒഴിവാക്കി. എന്തിനാ? ഈ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ എലിസബത്ത് എന്ത് ചെയ്തു വെച്ചാൽ, എലിസബത്ത് അങ്ങ് ബാലയെ അങ്ങ് വിശ്വസിച്ചു പോയി. അങ്ങ് കല്യാണം കഴിച്ചു, അത് രജിസ്റ്ററും ചെയ്തില്ല. അവസാനം എന്ന് പറഞ്ഞാൽ ബാല പലതരത്തിൽ അയാളുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് നമുക്കറിയാലോ, ഈ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക്കാണ്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാർ, അതായത് ചിലപ്പോൾ സൈക്കോകളായിരിക്കും. ഇവറ്റകളെ എങ്ങനെയാണ് പെരുമാറുക, എന്താ ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരായാലും കല്യാണം കഴിക്കുമ്പോൾ കൃത്യമായിട്ട് രേഖ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 4 ആളെ അറിയിക്കുക, ഇതൊക്കെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ വെറുതെ പോയിട്ട് ലിവിങ് ടുഗദറാണ്, അല്ലെങ്കിൽ ഞാൻ ബാലയെ കല്യാണം കഴിച്ചു. സിനിമാ താരത്തെ കല്യാണം കഴിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെയല്ല ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സിനിമയിൽ ഇവർ 4 ആളെ അടിച്ചിടും, അല്ലെങ്കിൽ പാവങ്ങളാണ്. പക്ഷേ നല്ലൊരു ജീവിതത്തിൽ വരുമ്പോഴേക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വൃത്തികെട്ട ടീമുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിനിമാ താരങ്ങളെ ആരാധന മൂത്തിരി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 3 തവണ നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞ് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഫ്ലാറ്റിലും കാര്യത്തിലൊക്കെ ഒരുപാട് പെമ്പിളർ ഈ ഡിപ്രഷൻ അടിച്ച് കഴിയുന്നുണ്ട്. അതായത് ഈ സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും കല്യാണം കഴിക്കുക, അതുപോലെ തന്നെ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നാട്ടിൽ അറിയിക്കാതെ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പിന്നെ 1.5 ലക്ഷം റുപ്യ സാലറി ഉള്ളതാണ്.
ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പിന്നെ ആ കല്യാണം കഴിക്കാതെ ലിവിങ് ടുഗദറായിട്ട് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് ആണ്. അതായത് ഇവൻ 24 മണിക്കൂറും ഈ വീട്ടിലുണ്ടാകും. ഈ പെൺകുട്ടി അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഇവൻ്റെ സൈക്കോ തരത്തിൽ ഈ പെൺകുട്ടി അങ്ങ് ഇരയാകുകയാണ്. അതായത് പിന്നെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൃഗീയമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ളതാണ്. അവസാനം ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓടി രക്ഷപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊച്ചിയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എലിസബത്ത് ആയാലും മറ്റുള്ളവരായാലും സിനിമാ താരങ്ങളെയും മറ്റുള്ളവരെയൊക്കെ വിവാഹം കഴിക്കുമ്പോഴേ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആകുമ്പോഴേ 3 വട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ എലിസബത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും നമ്മളെല്ലാം തൊലി ഉരിഞ്ഞു പോവുകയാണ്. കാരണം അവരുടെ ജീവിതത്തിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ എന്താ ഭർത്താവാണെന്ന് കരുതിയ ബാല എന്ന് പറയുന്നവൻ, അവർ 2 പേരും ഇരിക്കുന്ന സ്വകാര്യ സ്ഥലത്തേക്ക് മറ്റൊരാളെയും കൂടി കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുമാത്രവുമല്ല ഈ 1.5 മണിക്കൊക്കെ വന്നിട്ട് ഇവർ എന്ത് ചെയ്യാനാണ്? ഇവർ അവിടെ ചീട്ട് കളിക്കുന്നുണ്ടാ? അല്ല അറിയാതുകൊണ്ട് കഴിക്കുന്നതാണ്. അല്ല ഈ ബെഡ്റൂമിൽ വെച്ചിട്ട് അത് ചീട്ട് കളിക്കുന്നുണ്ട്. അപ്പം വല്ലോൻ്റെ ബെഡ്റൂമിൽ 1.5 മണിക്ക് കയറി പോകുന്ന ആ ഒരു മൊണ്ണേനെയല്ലേ അത് അടിക്കേണ്ടത്? ബാലേനെ നമുക്ക് വിടാം. പക്ഷേ ആ കൂടെ പോയ മൊണ്ണ എന്ന് പറയുന്നത് അവൻ ഇച്ചിരിയെങ്കിലും വിവരമില്ലവനായിരിക്കുമല്ലോ. അതായത് സാമാന്യം വിവരമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ ബാലേൻ്റെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ എലിസബത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബാലയാണെങ്കിൽ വേറെ തെളിവുകൾ നിരത്തുന്നുണ്ട്. എലിസബത്ത് മുന്നേ കല്യാണം കഴിച്ചാന്ന് ബാല പറയുന്നുണ്ട്. ആ ഒരു ചെറുപ്പക്കാരനെ ഒഴിവാക്കിയതാന്ന് പറയുന്നുണ്ട്. അതുപോലെ എലിസബത്ത് വേറെ ഗുളിക കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഒന്നിച്ച് താമസിക്കുമ്പോൾ ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ല. തോക്കെടുത്തിട്ട് ചെകുത്താനെ മറ്റേ വെടിവെക്കാൻ പോകുമ്പോഴൊന്നും എലിസബത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോഴൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഇതെന്താ കോകിലനെ കല്യാണം കഴിച്ചപ്പോൾ എല്ലാവരും കൂടി അങ്ങ് തെറ്റി. അതാ ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഇപ്പോൾ ബാല ഇന്നലെ കാണിച്ചതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എലിസബത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യ്. എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ അത് പറ. അല്ലാതെ വെറുതെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതുകൊണ്ട് എലിസബത്ത് മോശമാകുന്നതല്ലാതെ ഈ ബാലക്കൊരു ചുക്കും സംഭവിക്കത്തില്ല. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതൊരു ശീലമായി കഴിഞ്ഞാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ബാലയ്ക്ക് ഭയങ്കര നാണക്കേടാണ്, മാനക്കേടാണ്. ഇതൊരു മണ്ണം കട്ടിയില്ല ഇവർക്ക്. അതാണ് ഇന്നലെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിന്നലെ എന്താ പറയേണ്ടത്, ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ 4-5 വീഡിയോ ആണ് ഇവരത് വരുന്നത്. അതായത് പിന്നെ ബാലയിനെ 1.5 മണിക്ക് വന്നു. അതുപോലെ തന്നെ ബാല പറയുന്നത് എന്താ വെച്ചാൽ അവൾ ഗുളിക കഴിക്കുന്നതാണ്, അവളുടെ ആദ്യ ഭർത്താവിന് എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാല വന്ന് പറയുന്നത്. ഇതെന്താ മലയാളികൾ പൊട്ടന്മാരാ? നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് എല്ലാവരും കൂടി നാട് വിട്ടു പോകും. അതാണ് നല്ലത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലയായാലും ശരി എലിസബത്ത് ആയാലും നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുക. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അത് ഓരോരോ യൂട്യൂബർ വന്ന് ഓരോരോ ആൾക്കാർ വന്നിട്ട് അതൊരു കണ്ടൻറ്റാക്കി എടുത്ത് അതിങ്ങനെ ഞാനും കണ്ടൻറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനും ഒരുപാട് എന്ന് പറഞ്ഞാൽ ബാലയെ പിന്നെ എന്താ പറഞ്ഞാൽ മോശം പറഞ്ഞിട്ടും അതുപോലെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എരിയെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ബാലയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതങ്ങ് കൂടിക്കൂടി വരികയാണ്. അതായത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് വഴിതെറ്റി അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കുക. ആ കേസ് കൊടുത്തിട്ട് നിയമപരമായിട്ട് ഇത് നേരിട്ട് കഴിഞ്ഞാൽ ഒരു കേൾക്കാനൊരു രസമുണ്ട്. അല്ലാതെ ഇത് ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ബാലയുടെ കുറ്റവും പറഞ്ഞു പോയിട്ട് വല്ല കാര്യമുണ്ടോ? പശുവും ചത്തവും മൂരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെ ബാലയും പോയി ബാല കോകിലായിട്ട് ജീവിക്കുന്നത്. എപ്പോൾ ഞാനൊക്കെ അവിടെ കുഞ്ഞുണ്ടാകുന്നത് ആർക്കെങ്കിലും പിടിച്ചിട്ടില്ലേ എന്നല്ല ബാല ചോദിക്കുന്നത്. ബാലക്ക് കുഞ്ഞുണ്ടാകുന്നതിന് നമുക്കെന്തോ പ്രശ്നം? നീ കുഞ്ഞുണ്ടാകുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിങ്ങൾ ഇമാതിരി തോന്നിയ വാസം കളിക്കാണ്ടിരുന്നാൽ മതി. അതായത് ഇതുപോലെ വന്നിട്ട് ഈ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അലക്കിയിട്ട് മനുഷ്യന്മാരെ അങ്ങ് ഭ്രാന്താക്കുമോ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അതാക്കാണ്ടിരുന്നാൽ മതി. അത്രയേ വേണ്ടൂ. എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ കാര്യം തന്നെ. അതായത് പിന്നെ ബാലയനെ അങ്ങനെ ചെയ്തു, പിന്നെ എലിസബത്തിനെ അങ്ങനെ ചെയ്തു, എൻ്റെ മാമാവേ എന്നാ ചൊല്ലിയാ കോകില അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ഇതെന്താ ഇത്? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. അതായത് ഇതൊരു പ്രതിഷേധമായിരിക്കണം. ഇതൊരു നിർത്തണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ടി നിങ്ങൾ പറയണം. അതുപോലെ നിങ്ങളുടെ ലൈക്ക് എനിക്ക് അവകാശപ്പെട്ടാണ്. നന്ദി, നമസ്കാരം.